ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൻ. ഇന്ന് നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് പാലട പായസം മിക്സ് വെച്ച് എങ്ങനെ ഒരു നല്ല പാലട പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഫുഡ് ഗേറ്റിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട പായസം മിക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 2 കപ്പ് പാല്. ആദ്യം തന്നെ നമുക്ക് ഈ പാലട പായസം മിക്സ് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പായസ മിക്സിൽ അട, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പായസം ഉണ്ടാക്കാനായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കുക. ഈ പഞ്ചസാര നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഈ പാലട പായസത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലട പായസം മിക്സ് ചേർത്തെടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞ് അടക്കെ നന്നായി കുറുകിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഞ്ചസാര ആദ്യം തന്നെ കാരമൽ ചെയ്ത് ഇട്ട കാരണം തന്നെ നമ്മുടെ പായസത്തിന് സദ്യയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഒരു ക്രീം കളറായിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് കൊടുക്കുന്ന സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാലട പായസം മിക്സ് വെച്ചിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.